ഹലോ ഓൾ, വെൽക്കം ടു ആഷ് ക്ലേ ആർട്ട് സ്റ്റുഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഞ്ചാടിക്കുരു കൊണ്ട് മാലയുണ്ടാക്കി, അതുപോലെ കമ്മലും ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുന്നിക്കുരു വെച്ചിട്ടുള്ള കമ്മലും മാലയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ കുന്നിക്കുരു എന്ന് പറയുമ്പോൾ മഞ്ചാടിക്കുരുവിനേക്കാളും ചെറിയ സൈസാണ്. അപ്പോൾ എങ്ങനെയാണ് കുന്നിക്കുരു മാല ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുന്നിക്കുരുവിൽ ഹോളിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രില്ലിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും ചെറിയ നീഡിലാണ് ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ സൈസായിട്ടുള്ള കാരണം ചെറിയൊരു ഹോൾ മതി. ഇപ്പോൾ ഒരു നൂലൊക്കെ കോർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ മണികളിലും ഞാൻ ഇതേപോലെ ഹോളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിലുള്ള ഒരു ഹോൾ മതിയാവും. അപ്പോൾ ഇത്രയും കുന്നിക്കുരു ഞാൻ ഹോളിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലാക്ക് കുങ്കുരു ബീഡ്സും മാറ്റി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുള്ളതാണ് കുങ്കുരു ബീഡ്സിൽ. അതേപോലെ തന്നെ വേറെ ബീഡ്സും ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ യൂസ് ചെയ്യില്ല. അതേപോലെ കറുത്ത ചരട്, കുറച്ച് നീളമുള്ള കറുത്ത ചരട് മതി. പിന്നെ കൊളുത്ത്, 2 കൊളുത്ത്, അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊളുത്താണത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ത്രെഡ് വേണം ഇതേപോലെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുന്നിക്കുരു കോർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വയറിലാണ് കുന്നിക്കുരു കോർത്തെടുക്കുന്നത്. അപ്പോൾ കോർത്ത് തുടങ്ങാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ചോക്കർ ടൈപ്പ് മാലയാണ്, ലോങ് മാലയല്ല. അപ്പോൾ ചെറിയ സൈസ് മതിയാവും. കുന്നിക്കുരു ആണെങ്കിലും കുറച്ച് മതിയാവും.
അപ്പോൾ എല്ലാ കുന്നിക്കുരും ഇവിടെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇത് ഗിയർ ലോക്ക് ചെയ്തെടുക്കണം 2 സൈഡും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗിയർ ലോക്ക് ഇട്ടിട്ട് കൊളുത്തിട്ടിട്ട് അത് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗിയർ ലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇതിന് ബാക്ക് റോപ്പ് ഡോറി ചെയ്യാനായിട്ട് ഈ കറുത്ത ചരട് എടുത്തിട്ടുണ്ട്. ഇതൊരു സൈസിൽ കട്ട് ചെയ്യാം. ബാക്കിലേക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ള രീതിയിൽ മെഷർ ചെയ്തിട്ട് 2 സൈഡിലേക്കും 2 ത്രെഡായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ സൈസ് മതിയാവും. 2 സൈഡിലേക്കും കൂടി ഈ സൈസ് ഓക്കെയാണ്. അപ്പോൾ ഓരോ സൈഡിലേക്കും ബാക്ക് റോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിലേക്കുള്ള ബാക്ക് റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലേക്കും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡിലേക്കും ബാക്ക് റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് രണ്ടും കൂടി ഇനി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ ബ്ലാക്ക് ത്രെഡിലാണ് ഈ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മാല. ഇത് റെഡ് ബ്ലാക്ക് സാരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതേപോലെ ഞാൻ ഇതിൻ്റെ കൂടെ കമ്മലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക്. ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാല തന്നെയാണ്. ഈ ഡ്രില്ലിങ്ങിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. ഇത് ഇട്ട് വരുമ്പോൾ വളരെ ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും മാല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ റെഡ് ബ്ലാക്ക് സാരിയുടെ കൂടെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.